എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്നേഹം എന്ന അതിമഹത്തായ വിഷയത്തെക്കുറിച്ചാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതെന്ന്, അത് എങ്ങനെ നമ്മെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ വിലയിരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സ്നേഹത്തിന്റെ അർത്ഥം ബൈബിളിലെ സ്നേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്നേഹം സഹനപരമാണ്, സ്നേഹം ദയാമയമാണ്. അതിന് അഹങ്കാരം ഇല്ല, അത് ചൊറിയാതെ പോവുന്നു, അത് അജാതമല്ല, അത് മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല, അതിന് സ്വന്തം താൽപര്യമാണ്, അതിന് എളുപ്പം കോപപ്പെടുന്നില്ല, അത് കുറ്റങ്ങൾ രേഖപ്പെടുത്തിയില്ല. സ്നേഹം ദോഷത്തിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു, എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു, എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നു, എല്ലായ്പ്പോഴും സഹിക്കുന്നു. ഈ വാചകങ്ങൾ സ്നേഹത്തിന്റെ മൂല്യങ്ങളെ, അതിന്റെ നല്ലതിനെ അറിയാനും മറ്റ് സാഹചര്യങ്ങളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യമെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ സ്വഭാവം. 1. സ്നേഹം ഒരു തിരഞ്ഞെടുപ്പായിരിക്കുന്നു. സ്നേഹം ഒരു ഭാവന അല്ല, അത് ഒരു തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തിലെ നിമിഷങ്ങളിലൊരിക്കൽ, പ്രതിസന്ധികളിൽ നാം സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതെ ക്ഷമയും കരുണയും പ്രകടിപ്പിക്കുക. ഉദാഹരണം, മനസ്സിൽ നിഗഹണ്ടായ ആരെങ്കിലും നമ്മെ തള്ളിയാൽ അത് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിനു സഹിക്കുക, ദയ കാട്ടുക, ഇവയെല്ലാം സ്നേഹത്തിന്റെ സ്വഭാവങ്ങളാണ്. പവർഡ് ബൈ ഡൂവേഴ്സ്. ക്ഷമ സ്നേഹത്തിന്റെ അത്യന്താപേക്ഷിത ഭാഗമാണ്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക. യേശു 77 തവണയായും ക്ഷമിക്കുവാൻ പറഞ്ഞതിന് അനുസരിച്ച് ക്ഷമയുടെ പ്രകാരം നാം ജീവിക്കേണ്ടത്. ഉദാഹരണം, ഒരു പിഴവ് സംഭവിക്കുമ്പോൾ എളുപ്പം ക്ഷമിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കട്ടെ, ക്ഷമിക്കുന്നതുപോലെയാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ പരീക്ഷണം. 3. സ്നേഹവും പ്രവർത്തനം. സ്നേഹം പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു. ഗൂഢസാമരിതന്റെ കഥയിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ സങ്കടങ്ങൾക്കൊപ്പം ചേരുക, ഈ കാര്യങ്ങൾ സ്നേഹത്തിന്റെ സത്യാവസ്ഥയാണ്. ഉദാഹരണം, ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൽ വന്ന അന്യക്കാരെ സഹായിച്ച ഒരാൾ അതിന്റെ വലിയ ഉദാഹരണമാണ്. തന്റെ ചിലവുകൾ വയ്ക്കുന്നത് എങ്ങനെ സ്നേഹത്തിന്റെ പ്രകടനം എന്നാണ് കാണുന്നു. സ്നേഹവും സമൂഹവും. പവർഡ് ബൈ ഡൂവേഴ്സ്. ഉദാഹരണം, നിങ്ങളുടെ കുടുംബത്തിൽ, ഇടപെടലുകളിൽ, സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങളിൽ സ്നേഹമുള്ള സമീപനം പുലർത്തുക. പവർഡ് ബൈ ഡൂവേഴ്സ്. 1. പ്രതിസന്ധി അനുഭവിക്കുക. പവർഡ് ബൈ ഡൂവേഴ്സ്. ഉദാഹരണം, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അനുഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. 2. ദയ പ്രവർത്തിക്കുക. ദയ ചെറിയ കാര്യങ്ങളിൽ പ്രതിഫലിക്കും. എളുപ്പത്തിൽ നിങ്ങളുടെ നാളെ പുണ്യങ്ങൾ, സഹോദരന്മാർക്ക് സ്നേഹവും ദയയും കാണിക്കുക. ഉദാഹരണം, പുതിയ പാടുകൾ കൊണ്ടുള്ള സ്നേഹപൂർവമായ ഒരു പാട്ട് ആലപിക്കുക. പവർഡ് ബൈ ഡൂവേഴ്സ്. പ്രാർത്ഥന സ്നേഹത്തിന്റെ ശക്തിയായി പ്രവർത്തിക്കും. ദൈവത്തെ വിളിച്ച് സ്നേഹത്തിന്റെ ഭാവന നിലനിൽക്കുന്നതിന് പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. ഉദാഹരണം, പ്രാർത്ഥനയിൽ സ്നേഹത്തിനായി മനുഷ്യരോടുള്ള നന്മയെ തേടുക. നിഗമനം. അവസാനത്തിൽ, സ്നേഹം നിങ്ങളുടെ വിശ്വാസത്തിലും ജീവിതത്തിലും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. സ്നേഹത്തെക്കുറിച്ച് 1 കൊറിന്ത്യർ 13 പറയുന്ന മാതൃകകളെ അനുസരിച്ച് നല്ല ഒരു ജീവിതം കഴിഞ്ഞേക്കാം. സ്നേഹത്തിന്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലൂടെ മുകളിലേക്ക് ഉയർത്തുകയും ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്യട്ടെ. നന്ദി.